പേടിച്ചു പോയോ? ഞാൻ കുട്ടമ്പിള്ള സാറ്. ഇത് കുട്ടമ്പിള്ള സാറിന്റെ കാറാണോ? അയ്യോ അല്ല. എന്നാ സാറൊന്ന് ഇറങ്ങി എനിക്ക് പോവായിരുന്നു. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. മനുഷ്യനോട് വട്ട് പിടിച്ചിരിക്കുമ്പോൾ അയാളുടെ ഒരു വട്ട് പിടിച്ചിരിക്കുന്ന ആളിന്റെ വട്ടൊന്ന് മൂപ്പിക്കുക എന്റെ ഒരു വിനോദമാണ്. ഞാനൊന്ന് വിനോദിക്കട്ടെ. വിവേക്, സണ്ണി അച്ഛാ. ഓ, സണ്ണി അച്ഛൻ ഈ പള്ളിയിലെ വികാരിയാണോ? എന്താണ് മക്കളെ? എന്റെ കാറിൽ ഒരു വിചിത്ര ജീവി, ഒന്ന് പിടിച്ചിറക്ക്. എവിടെ? പിടിച്ചിറക്കിയൊന്നും വേണ്ട. ബാറ്ററിക്ക് ഇപ്പോഴും നല്ല ചാർജ് ഉണ്ട്. പഴയ ബാറ്ററി അല്ലേ മക്കളെ. ഇനി ചാർജ് കുറഞ്ഞാൽ അപ്പൊ പുതിയ ബാറ്ററി എടുത്തിടും. നിങ്ങളാരാ അത് പറയാ ആദ്യം. വെപ്രാളം കണ്ടിട്ട് സാജന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. വാസൂട്ടി എന്നാണ് പേരെങ്കിൽ അത് നന്നായിട്ട് ചേരും. എന്നാല് പേരിനും രൂപത്തിനും ചേരാത്ത ചില സ്വഭാവങ്ങൾ കൂടെ കയ്യിലുണ്ട്. അത് കാണിക്കണ്ടെങ്കിൽ വന്ന കാര്യം പറ. ഞാനൊരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുക, പുത്തൻ പണക്കാരുടെ. ആ ലിസ്റ്റിൽ ഏറ്റവും മുമ്പില് വാസൂട്ടിയേട്ടന്റെ മകൻ സാധന. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഒരു കുറ്റാന്വേഷണം നടത്തിയിട്ട് പോകാമെന്ന് കരുതി. പക്ഷേ നിങ്ങൾ ആരും സഹകരിക്കുന്നില്ല. എന്നാ ഞാൻ വിട്ടോട്ടെ. ബാറ്ററി വീക്കായില്ലെങ്കിൽ വീണ്ടും വരാം. അല്ല, വരേണ്ടി വരും, കാണേണ്ടിയും വരും. ഞാനും പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളതാ. ഇവിടെ നട ഈ പണം വല്ല കള്ളനോട്ടടിയാൻ പറ്റാണ്. ഗണപതി ഭഗവാനേ ഓ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ഹലോ, നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ. ഹലോ, അന്വേഷിക്കുന്നുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്കറിയാവോ? എന്ത് രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്നോ? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ. കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ശരി ശരി ശരി. കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചു. ഓ ശരി ശരി. പിന്നെ എന്താടോ സാർ, ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക്. ഇനി എന്തിന് താലപ്പൊലിയും ചെണ്ടമേളവും ശിങ്കാരിമേളവും ഒക്കെ വേണോ? അത് കുമരഞ്ചേരി ഉത്സവത്തിന് പോരെ സാർ. പോയി വിളിച്ചോട്ട് വേടോ. ഗണപതി ഭഗവാനേ നമാമി. ഗണപതി ഭഗവാനെ, മോഷണം, പിടിച്ചുപറി, വാണിഭം, ഇത് മാത്രമേ ഉള്ളൂ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ. അയ്യോ, നമസ്കാരം സാറുമാരെ. നമസ്കാരം. 3 പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല. എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ. ഓ, പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ, സാറിന് വൈറൽ ഫീവറാ. ജോസപ്പേ. അല്ല സാറേ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. കണ്ട സാർ ലേശം ഒന്ന് ഇറങ്ങിപ്പോ അവൻ കീറുന്ന കേറ്റം കണ്ട. ഇവനെയൊക്കെ ഇറക്കാടോ. ഈ കേസൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോന്ന്. മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും. അതെന്റെ വക യവന്. ബാങ്ക് ലോൺ അടച്ചിട്ട് 6 മാസമായി അല്ലടാ? അതെ സാർ, ലേശം ടൈറ്റ് ആയിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മലും ഇട്ടുകൊണ്ട് റോഡേ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്കെ മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ വെട്ടും. പറയടാ, ബാങ്കിലെ പൈസ എപ്പ അടയ്ക്കും? പറയടാ, എന്തെങ്കിലും പറയടാ. ഒന്നി പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ. എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ, അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടച്ചോളാം. പോ, സ്ഥലം വിട്. മണിരത്നം പുതിയ പടം എടുക്കുന്നു. തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കട്ടെ സാർ? എടുക്ക്. നല്ല ടേസ്റ്റാ സാർ.